ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര ആത്മീയതയുടെ 170ാമത്തെ സെഷനാണല്ലോ ഇത്. 6ാം സദനത്തെക്കുറിച്ചുള്ള 10ാമത്തെ വിചിന്തനവും. ഹല്ലേലൂയ ഹല്ലേലൂയ. 11 അധ്യായങ്ങളാണല്ലോ അമദ്രേസ്യ 6ാം സദനം വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. 2ാമത്തെ അധ്യായത്തിന്റെ 6ാമത്തെ ഖണ്ഡികയിലേക്കാണ് ഇപ്പോൾ നമ്മൾ കടന്നു വരുന്നത്. മറ്റ് അനുഗ്രഹങ്ങളെ അപേക്ഷിച്ച് ഇതിൽ കൂടുതൽ ഭദ്രത ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ അതിശയിച്ചേക്കാം. ഇപ്പൊ മദ്രസ ഇതുവരെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ അനുഭവങ്ങളെല്ലാം ഇവിടെ പേടിക്കണ്ട, സംശയിക്കണ്ട. സാത്താന്റെ കളിയും കെണിയും ഒന്നും ഇവിടെ ഇല്ല. മനസ്സും ബുദ്ധിയും ഭാവനയും ഒന്നും കിടന്ന് കളിക്കുന്നതല്ല. ഒരു സംശയം വേണ്ട, ഉറപ്പാണ് തമ്മിൽ ഇടപെടണമെന്നുള്ളത്. അതാണ് ഈ ഭദ്രത എന്ന് പറയുമ്പോൾ മദ്രസ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മറ്റ് അനുഗ്രഹങ്ങളെ അപേക്ഷിച്ച് ഇവിടെ എന്താ ഇത്ര ഭദ്രത, ഉറപ്പാണ്, ഇത് വേറെ സംശയിക്കേണ്ട വിഷയങ്ങളല്ല, വഞ്ചിക്കപ്പെടുക അല്ലെന്ന് ഉറപ്പാൻ കാരണം എന്താ നിങ്ങൾ ചോദിച്ചേക്കാം, അതിശയിച്ചേക്കാം. താഴെ പറയുന്ന കാരണങ്ങളാണ് എനിക്ക് തോന്നുന്നത് ഭദ്രതയുടെ കാരണം മദ്രസ വിവരിക്കുകയാണ്. ഒന്ന്, ഇത്ര ഹൃദ്യമായ ഒരു വേദനയുടെ അനുഭൂതി നൽകുവാൻ പിശാചിന് കഴിയുന്നതല്ല. ഒരു പിശാചിന് പറ്റിയല്ല. നെയമോ ദാത് കോത് നോൺ ഹാബത്ത് എന്നെത്തി ചൊല്ലുണ്ട്. ഒരു വ്യക്തിക്ക് ഇല്ലാത്തൊരു കാര്യം എടുത്തു കൊടുക്കാൻ അയാൾക്ക് പറ്റിയല്ല. ഒരുവനും തനിക്കില്ലാത്ത കൊടുക്കാൻ പറ്റിയല്ല, ഉള്ളിലുള്ളത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്ര ഒരു മാധുര്യം നിറഞ്ഞ വേദനയുടെ ഒരു അനുഭവം അത് സാത്താന്റെ കയ്യിൽ ഇല്ല, ഉള്ള കാര്യമല്ല. അതുകൊണ്ട് അവനത് കൊടുക്കാൻ പറ്റുകയാണ്, സമർത്ഥിക്കുകയാണ്. ആധ്യാത്മികമെന്ന് തോന്നാവുന്ന ചില സന്തോഷങ്ങളും ആനന്ദങ്ങളും നൽകാൻ അവന് കഴിവുണ്ടെങ്കിലും ഇത്ര നിശ്ചിതമായ ഒരു വേദനയും ആത്മീയ സമാധാനവും ആനന്ദവും തമ്മിൽ സമ്മേളിപ്പിക്കുക എന്നത് അവന്റെ ശക്തിയെ അതിശയിക്കുന്ന കാര്യം അത്രേ. വേദന വേണേ കൊടുക്കാൻ അവനെ കൊണ്ട് പറ്റുമായിരിക്കും. ചില സന്തോഷങ്ങളും ചില ആത്മീയമെന്ന് തോന്നാവുന്ന പോലെ സന്തോഷങ്ങളും ആനന്ദ അനുഭൂതികളും ഒക്കെ കൊടുക്കാൻ, ചില ലഹരി അങ്ങനെ കൊടുക്കാനായിട്ട് അവന് പറ്റിയെന്ന് വരും. പക്ഷേ ഒരേ സമയം തമ്പുരാന് വേണ്ടി മുറിവേറ്റിരിക്കുന്നതിന്റെ വേദനയും ഒപ്പം ആത്മീയ സമാധാനം, ഒപ്പം ആനന്ദവും, ഇതിങ്ങനെ ഒരുമിച്ചുള്ള ഒരു അനുഭവത്തിലേക്ക് ആത്മാവിനെ കൊണ്ടുവരാനായിട്ട് അവനെ കൊണ്ട് ഒരു തരത്തിൽ പറ്റത്തില്ല. അവന്റെ ഒരു മേഖലയല്ല, അവന് സാധിക്കത്തില്ല. അവന്റെ സാമർഥ്യമെല്ലാം ബാഹ്യരംഗത്താണ്. ഇത്ര ആഴത്തിൽ അകത്തേക്കാണ് ജനം കൊണ്ട് പറ്റിയെന്ന് മനസ്സിൽ പറയുകയാണ്. ബാഹ്യരംഗത്താണ് സാമർഥ്യം. അവൻ വേദന ഉണ്ടാക്കുമ്പോൾ അതിൽ ആനന്ദമോ പ്രശാന്തതയോ ഉണ്ടായിരിക്കുകയില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അവന് വേണേ കുറച്ച് വേദന ഉണ്ടാക്കി തരാൻ പറ്റുമായിരിക്കും, അസ്വസ്ഥത ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെയുള്ള പ്രശാന്തതയും ആഴമായ ആനന്ദവും ഉണ്ടാവുകയില്ല. അസ്വസ്ഥതയും പോരാട്ടവുമായിരിക്കും അതിൻ്റെ ഫലം. സാത്താൻ ഇടപെടുന്നിടത്ത് നമുക്ക് അസ്വസ്ഥത വരും, അതിനെതിരെ പൊരുതാനുള്ള പ്രേരണയെ വരുള്ളൂ. ഇത് നമുക്ക് ഈ ആത്മജീവിതത്തിലെ ഡിസൈൻമെന്റിന്റെ വളരെ മർമ്മപ്രധാനമായ മാനദണ്ഡമാണ് മദ്രസയുടെ മനോഹരമായിട്ട് വിവരിക്കുന്നത്. ഏതെങ്കിലും ഒരു അനുഭവം, അനുഭൂതി, ഒരവസ്ഥ, അസ്വസ്ഥത, വേദന, ഞെരുക്കം ഒക്കെ ഉണ്ടാകുമ്പോൾ അത് പിശാചിൽ നിന്നാണോ ദൈവത്തിൽ നിന്നാണോ എന്നുള്ളത്, ദൈവത്തിന്റെ ഹിതപ്രകാരം ഉള്ളതാണോ സാത്താന്റെ ഇടപെടൽ വഴി അതിക്രമിച്ച് വരുന്നതാണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു സുനിശ്ചിത മാർഗം ഈശ്വരൻ നിന്ന് ഫലത്തിൽ നിന്ന് വശത്തെ അറിയണം. അതിനോട് അമദ്രസ്യം പറയുന്നത് ഫലം എന്താണ്? ഫലം അല്ലെങ്കിൽ ആഴപ്പെട്ട സമാധാനം, ആത്മീയ ആനന്ദം, തമ്പുരാന് വേണ്ടി മുറിവേറ്റിരിക്കുന്ന ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം, തീഷ്ണത, കത്തൽ. ഈ ഫലങ്ങള് പരിശുദ്ധാത്മാവിൽ മാത്രമേ വരും, ദൈവത്തിന് വരികയുള്ളൂ. സാത്താനിൽ നിന്ന് വരാൻ പറ്റുകയില്ല. ഫലത്തിൽ നിന്ന് വശത്തെ അറിയുക. അതാണ് അമദ്രസ്യയുടെ മനോഹരമായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്കത് ഈ ഒരു മാനദണ്ഡം നമ്മുടെ ജീവിതത്തിന്റെ ഏത് മേഖലയിലേക്കും വെക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു സന്തോഷവും ആനന്ദവും ആവേശവും ഉണ്ടാകുന്നിടത്ത്, ഒരു അസ്വസ്ഥ വേദന ഞെരുക്കം ഉണ്ടാകുന്നിടത്ത് അതിൻ്റെ ആഴത്തിലേക്ക് നോക്കിയിട്ട് അതിൻ്റെ തനി നിറം, തനി സ്വഭാവം എന്താണ്, ഈ പറഞ്ഞ ദൈവികമായ അമദ്രസ്യം പറയുന്ന കാര്യങ്ങളാണോ അതോ പൈശാചികമായ മറ്റു രീതിയാണോ ഉള്ളത് നോക്കിയാൽ നമുക്ക് ഡിസൈൻമെന്റിനെ സഹായിക്കും, അതിന്റെ ഉറവിടം തിരിച്ചറിയാനായിട്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പൊ ഇതാണ് പിശാചിനെ പറ്റിയത് ഒന്നാമത്തെ ന്യായം മനസ്സിൽ പറയുന്നത്. രണ്ടാമത്തേത്, ആനന്ദകരമായ ഈ വൻമരുത്തിന്റെ ആഗമനം പിശാചിന് സ്വാധീന ശക്തി ഇല്ലാത്തൊരു മണ്ഡലത്തിൽ നിന്നാണ്. ഈ വൻമരുത്തിന്റെ വാക്കത്ര വ്യക്തമാകുന്നില്ല, ഞാൻ ഇംഗ്ലീഷിൽ നോക്കാനായിട്ട് പോയില്ല, കാരണം കാര്യം അല്ലാത്ത രീതിയിൽ വ്യക്തമാണ്. ആനന്ദകരമായ ഈ വൻമരുത്തിന്റെ ആഗമനം പിശാചിന് സ്വാധീന ശക്തി ഇല്ലാത്ത ഒരു മണ്ഡലത്തിൽ നിന്നാണ്.
അവന്റെ സ്വാധീനശക്തി പുറമെയാണ്. ഇത് വളരെ ആന്തരികമാണ്. അങ്ങോട്ട് അവന് പ്രവേശനമേ ഇല്ല. അവിടെ നിന്നാണ് ഇത് വരുന്നത്. അതുകൊണ്ട് അവന് അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. 3, ആത്മാവിൽ അവശേഷിക്കുന്ന വിശിഷ്ട ഫലങ്ങൾ ആണ് മൂന്നാമത്തെ ഉറപ്പ്. ഇതിന് ഭദ്രതയെ കുറിച്ച് പറയുന്നത് വിശിഷ്ട ഫലങ്ങൾ. ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയണം. വീണ്ടും അതിലേക്ക് തന്നെ വരികയാണ്. ഫലങ്ങൾ എന്താണ്? സർവ്വസാധാരണമായി ദൈവത്തെ പ്രതി സഹിക്കുവാനുള്ള ദൃഢനിശ്ചയവും ധാരാളം ക്ലേശങ്ങൾ നേരിടാനുള്ള ആഗ്രഹവും ഉണ്ടായിരിക്കും. നേരത്തെ ഇത് അവസ്ഥ പറഞ്ഞു കഴിഞ്ഞു. ഈ അനുഭവത്തിലേക്ക് വരുന്ന ഒരു വ്യക്തിയിലുണ്ടാകുന്ന ആത്മീയ അനുഭവങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പൊ അതിലേക്ക് വീണ്ടും സൂചിപ്പിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഫലങ്ങള് പൈശാചിക വൃക്ഷത്തിൽ നിന്നുണ്ടാകാൻ പറ്റിയല്ല. ഞെരിഞ്ഞിൽ നിന്ന് മുന്തിരിപ്പഴം വരികയല്ല. ചിത്തവൃക്ഷം നല്ല ഫലം ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. തമ്പുരാന് വേണ്ടി സഹിക്കുവാനുള്ള തീഷ്ണത, ആഗ്രഹം. അപ്പൊ ഇങ്ങനെയുള്ള ഫലങ്ങൾ നോക്കി കഴിയുമ്പോൾ വിശേഷ ഫലം നോക്കുമ്പോൾ തന്നെ അറിയാം ഇത് ഭദ്രതയുള്ള സഹനം, അനുഭവമാണ്, ആനന്ദമാണ്. സാത്താനോടെ ഒന്നുമില്ല. ധാരാളം ക്ലേശങ്ങൾ നേരിടാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും. അതിലും അധികമായ നിശ്ചയദാർഢ്യം ഉണ്ടായിരിക്കും. ലൗകിക സന്തോഷങ്ങളെയും സഹവാസങ്ങളെയും വർജിക്കുന്നത്. അങ്ങനെ വേറെ പലതും. ഇപ്പൊ ലോകത്തിന്റെ മാത്രമായി, ജഡത്തിന്റെ മാത്രമായ സന്തോഷങ്ങൾ തേടാനും അത് ആസ്വദിക്കാനും പറ്റുകയില്ല. വെറുതെ തിന്ന് സുഖമെടുക്കാൻ, തീറ്റ, ഭോജന സുഖം, അല്ലെങ്കിൽ വെറുതെയുള്ള ജഡിക സന്തോഷം, സുഖലോലുപത, അല്ലെങ്കിൽ എന്തെങ്കിലും വിനോദങ്ങളിൽ മുഴുകി ആനന്ദിക്കുക, ആശ്വാസം എടുക്കുക, സിനിമ, സീരിയല്, അങ്ങനെയുള്ള വിനോദങ്ങള്, കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങി മുങ്ങി മുഴുകി നീങ്ങാൻ പറ്റുകയില്ല എന്നുള്ള അവസ്ഥ. അത് പറ്റുകയത് വേണ്ട. അതിനോട് നോ പറയാനുള്ള ദൃഢനിശ്ചയം ഇതിന്റെ കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഫലങ്ങൾ നോക്കിയിട്ട് അവസ്ഥ പറയാണ്. അതുകൊണ്ട് ഇത് ഉറപ്പാണ് ഇവിടെ ഭദ്രത ഉണ്ട് എന്നുള്ളത്. ഇത് മറ്റെന്തെങ്കിലും മാനുഷിക തലത്തില്, ശാരീരിക, ഭൗതിക, വൈകാരിക മേഖലയോ ഭാവനയുടെ തലമോ പിശാചിന്റെ ഒന്നുമല്ല. മാനസിക വിഭ്രാന്തി ഒന്നുമല്ലെന്ന് ഉറപ്പാണ്. ഭദ്രതയുണ്ട്. 7-ാമത്തെ ഖണ്ഡിക, ഇതൊന്നും കേവലം ഭാവനയല്ല എന്ന് തീർച്ച തന്നെ. വീണ്ടും മനസ്സിൽ പറയാണ്. അത്തരം പലതും മറ്റവസരങ്ങളിൽ സങ്കല്പിക്കാമെങ്കിലും ഇവിടെ അതൊന്നും സാധ്യമല്ല. സങ്കല്പിച്ചു ഭാവനയിൽ ഇങ്ങനത്തെ കാര്യം ഉണ്ടാക്കാൻ പറ്റുമോ? മറ്റു ചില അവസരങ്ങൾ പോലെ നമുക്ക് സങ്കല്പിച്ചെടുക്കാൻ പറ്റും. ഭാവന കൊണ്ട് നമ്മൾ അനുചിന്തന പ്രാർത്ഥനയ്ക്ക് അത് ഭാവന ഉപയോഗിച്ച് കയറി വരുന്നതിനെ കുറിച്ച് അവസ്ഥ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് അപ്പുറമാണ്. ഇല്ലാത്ത ഒന്നിനെ ഉണ്ടാക്കുന്നതിനാണല്ലോ സങ്കല്പം എന്ന് പറയുന്നത്. ഇല്ലാത്ത ഒന്ന് സങ്കല്പിച്ചുണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ ഈ അനുഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സങ്കല്പിച്ചുണ്ടാക്കുക ഒട്ടും തന്നെ സാധ്യമല്ലെന്നത് വെളിവാണ്, വ്യക്തമാണ്. അതുപോലെ തന്നെ അത് ഉള്ളപ്പോൾ ഇല്ലെന്ന് ഭാവിക്കാനും നിവൃത്തിയില്ല. ഇത് നമ്മുടെ ആഗ്രഹം വെച്ച് ഉണ്ടാക്കാനും പറ്റുകയില്ല. ഇനി അത് ചുമ്മാ പോട്ടെന്ന് വെച്ച് അവഗണിച്ച് അത് പോവുകയില്ല. ഇല്ലെന്നാക്കാനും പറ്റുകയില്ല. അതാണ് എൻ്റെ അനുഭവം. എന്തുകൊണ്ടെന്നാൽ ഒരു വലിയ ശബ്ദം നമ്മുടെ ചെവി കൊണ്ട് തന്നെ കേൾക്കുന്നത് പോലെ അത്ര വ്യക്തമായ ഒരു അനുഭവമാണ് അത് പ്രദാനം ചെയ്യുന്നത്. അനുഭവത്തിന്റെ തലമാണ്. അത് അനുഭവിച്ചെങ്കിലേ പറ്റുള്ളൂ. താമസി പറഞ്ഞ വാക്യം വ്യക്തമായ അനുഭവമാണ്. വലിയ സ്വരം കേട്ട് ഞടുക്കുന്ന പോലെ തന്നെ ഒരു അനുഭവമാണ് ആന്തരികമായിട്ട് കിട്ടുന്നത്. അത് വെറും വിഷാദ നിമിത്തമായിരിക്കാൻ നിവൃത്തിയില്ല. വേറൊരു സാധ്യത വിഷാദം കൊണ്ടാണോ? ഇനി അല്ല, വിഷാദം കൊണ്ട് അങ്ങനെ നിവൃത്തിയില്ല. കാരണം വിഷാദം മൂലം ഉണ്ടാകുന്ന മിഥ്യ അനുഭവങ്ങൾ ഭാവനാശക്തിയിൽ മാത്രമേ കാണുകയുള്ളൂ. എന്നാൽ ഇത് അനുഭവിക്കുന്ന ആത്മാവിന്റെ ഉള്ളിൽ നിന്നാണ്. ഭാവനയല്ല, വിഷാദമല്ല. അതൊന്നും ഓരോ സാധ്യതകൾ പറയാണ്. ഈ അപകട സാധ്യതകൾ സംശയിക്കേണ്ടതുണ്ടോ എന്നുള്ള പറഞ്ഞു വരുമ്പോൾ ഓരോ മേഖല പരിശോധിക്കുകയാണ്. ഇത് അനുഭവിക്കുന്ന ആത്മാവിന്റെ ഉള്ളിൽ നിന്നാണ്. എൻ്റെ അഭിപ്രായം തെറ്റായിരിക്കാം. പക്ഷെ കാര്യവിവരമുള്ളവരിൽ നിന്ന് എതിർന്യായങ്ങൾ കേൾക്കുന്നത് വരെ ഈ അഭിപ്രായത്തിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കും. അബദ്ധ അഭിപ്രായങ്ങളെ കുറിച്ച് വളരെ കരുതലുള്ള ഒരാളെ എനിക്ക് അറിയാം. അവിടെ പ്രസാദ തന്നെ അടുക്കുറിപ്പ് കൊടുക്കുന്നുണ്ട്. അത് പുണ്യവതി തന്നെയാണ്. അബദ്ധ അഭിപ്രായങ്ങൾ എപ്പോഴും സൂക്ഷിച്ച് തിരിച്ചറിഞ്ഞ് ഒഴിവാക്കാനായിട്ട് അമദ്രേസ്യ വളരെ ജാഗ്രതയുണ്ട് ഉള്ള ആളാണ് എന്ന് അമദ്രസിക്കുന്ന ബോധ്യമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചുമ്മാ എടുത്തിയാൽ പോകത്തില്ല. പക്ഷെ ഇത് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. എങ്കിൽ പോലും ഞാനിപ്പോൾ തെറ്റാകാൻ ചിലപ്പോൾ വേണമെങ്കിൽ, അങ്ങനെ തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെടുത്താൻ പറ്റിയ ഒരാൾ ബോധ്യപ്പെടുത്തുന്ന വരെ ഞാൻ ഈ അഭിപ്രായം തന്നെ പറയുകയുള്ളൂ എന്ന് പറയുകയാണ്. എന്നാൽ ഇതുപോലെയുള്ള പ്രാർത്ഥനയെ പറ്റി അവൾക്ക് അശേഷം ആശങ്കയില്ല. അപ്പം അബദ്ധ അഭിപ്രായങ്ങളെ കുറിച്ച് വളരെ കരുതലുള്ള ഒരാളെ എനിക്കറിയാം, താൻ തന്നെയാണ്. എന്നാൽ ഇതുപോലെയുള്ള പ്രാർത്ഥനയെ കുറിച്ച് ഇപ്പൊ പറയുന്നതായ ഈ ബോധ്യങ്ങളെ കുറിച്ച്
അശേഷം ആശങ്കയില്ല, ഒരു ശങ്കയൊന്നും അവക്കില്ല എന്ന് പറയുകയാണ്. 8-ാമത്തെ ഖണ്ഡിക, ആത്മാവിന് പ്രചോദനം നൽകുവാൻ നമ്മുടെ കർത്താവ് വേറെ മാർഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്. തികച്ചും അപ്രതീക്ഷിതമായ അവസരത്തിൽ ആധ്യാത്മിക കാര്യങ്ങളിൽ അത്ര ശ്രദ്ധിക്കാതെ വാചിക പ്രാർത്ഥന മാത്രം ഏർപ്പെട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആനന്ദകരമായ ഒരു അഗ്നിപ്രവാഹം ഉണ്ടാകുന്ന പോലെ തോന്നും. അപ്പം ആത്മാവിന് ദൈവം ഒരു പ്രചോദനം തരുന്നു എന്ന ആരംഭത്തിൽ ഈ അദ്ദേഹത്തിന്റെ ആരംഭത്തിൽ പറയുകയുണ്ടായല്ലോ. അത് പറഞ്ഞാൽ നമ്മൾ ആരംഭിച്ച് ഓർമ്മിക്കുന്നുണ്ടല്ലോ, ഒരു ആന്തരിക പ്രചോദനം, തീവ്രമായ ഒരാഗ്രഹം പെട്ടെന്ന് ഉണ്ടാക്കി തരികയാണ്. അതിനുവേണ്ടിയാണ് തീവ്രമായ ആഗ്രഹം അവൾ ആദ്യം ഉജ്ജരിപ്പിക്കുന്നു. അതിന് അവലംബിക്കുന്ന മാർഗങ്ങൾ വളരെ സൂക്ഷ്മങ്ങളാണ്, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയില്ല. ഇത് എങ്ങനെയാണ് പെട്ടെന്ന് വരുന്ന അറിഞ്ഞുകൊണ്ട്, അതാണ് പറഞ്ഞത്, ഇടുനാഥം പോലെ, ഉൽക്ക പോലെ എവിടുന്ന് ഈ വരികയാണ്, ഉള്ളില് ഈ കിട്ടുകയാണ്. അതാണ് അത് പറഞ്ഞു വന്നത്, അതിന്റെ മുറിവയക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരാനായിട്ട് ഈ പറഞ്ഞ വ്യത്യസ്തമായ മാർഗങ്ങൾ ദൈവം ഉപയോഗിച്ചെന്ന് വരാം. അതിനൊരു ഉദാഹരണം മനസ്സിൽ പറയുകയാണ്, ആധ്യാത്മികരെ അത്ര ശ്രദ്ധിക്കാതെ വാചിക പ്രാർത്ഥനയിൽ മാത്രം ഏർപ്പെട്ട് മുഴുകി അങ്ങനെ നീങ്ങുമ്പോൾ പെട്ടെന്ന് ആനന്ദകരമായ ഒരു അഗ്നിപ്രവാഹം ഉണ്ടാകുന്ന പോലെ തോന്നുന്നു. അനവധ്യമായ ഏതോ സുഗന്ധം ഇന്ദ്രിയങ്ങളിലെല്ലാം നിമിഷത്തിനുള്ളിൽ വ്യാപിക്കുന്ന പോലെയോ മറ്റോ ആണത്. പെട്ടെന്ന് എവിടെ നിന്നില്ലാതെ ഒരു ആനന്ദ അനുഭൂതി, ഒരു സുഗന്ധ അനുഭവം വരുന്ന പോലെ. ബ്രാക്കറ്റ് പറയാണ്, സുഗന്ധമെന്ന് ഞാൻ പറയുന്നില്ല, അതിന്റെ സാദൃശ്യം ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതാണ് ആത്മീയ കാര്യങ്ങൾ പങ്കുവെക്കുന്നത്. നേരത്തെ കണ്ടതാണ്, വെളിപാട് 4 യോഹന്നാൻ സുവിശേഷം പറയല്ലേ, ആ ദൈവത്തിന്റെ സിംഹാസനത്തിന് ചുറ്റും 4 ജീവികള്, സിംഹത്തെ പോലെ, കാളയെ പോലെ, മനുഷ്യനെ പോലെ, കഴുകനെ പോലെ. പക്ഷെ എന്ന് പറയുമ്പോഴും അത് കഴുകനല്ല, കാളയല്ല, മനുഷ്യനും അല്ല എന്നാണ് അതിനടുത്ത് പറയാതെ തന്നെ പറയുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ലോകത്തിൻ്റെതായ മാനുഷിക ഭാഷയുടേതായ ഉദാഹരണങ്ങൾ, വാക്കുകൾ ഉപയോഗിച്ചേ പറ്റുള്ളൂ എന്തെങ്കിലും പറയാൻ. പക്ഷെ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാവുകയാണ് അതല്ല, അതുകൊണ്ട് ശരിയാവുകയാണ്. അപ്പൊ സുഗന്ധം പെട്ടെന്ന് പ്രസരിക്കുന്ന പോലെ എന്ന് പറഞ്ഞിട്ട് സുഗന്ധമല്ല കേട്ടോ എന്ന് പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുഗന്ധമെന്ന് ഞാൻ പറയുന്നില്ല, അതിന്റെ സാദൃശ്യം ഉപയോഗിക്കുന്നേ ഉള്ളൂ. ദിവ്യ മണവാളന്റെ സാന്നിധ്യം അനുഭവേദ്യമാക്കുകയാണ് അതിന്റെ ഉദ്ദേശം. തമ്പുരാൻ ഇവിടെ ഉണ്ട് എന്നതിന്റെ ഒരടയാളമാണ് പെട്ടെന്ന് അനുഭവപ്പെടുന്ന ഈ സുഗന്ധം പോലെയുള്ള അനുഭവം, അല്ലെങ്കിൽ ഒരു ആനന്ദ അനുഭവം, അഗ്നിപ്രവാഹം വരെ എന്തോ തമ്പുരാൻ ഇവിടെ ഉണ്ട്, അവിടുത്തെ ഇവിടെ ഉണ്ടെന്നുള്ളതിന്റെ ഒരടയാളമാണത്. അവിടുത്തെ ആസ്വദിക്കാനുള്ള അത്യന്തം സ്പൃഹണീയമായ ഒരഭിവാഞ്ച ആത്മാവിൽ അങ്കുരിക്കുന്നു. അപ്പോഴേക്കും തമ്പുരാന്റെ വലിയ ആഗ്രഹം കൊണ്ട് ആത്മാവ് ഇങ്ങനെ കത്തി ജ്വലിക്കുന്ന അവസ്ഥയിലേക്ക് ആഗ്രഹം ഉണരുകയാണ് അവിടെ. തൽഫലമായി തീക്ഷ്ണതയേറിയ അനേകം പ്രകരണങ്ങൾ ചെയ്യുവാനും നമ്മുടെ കർത്താവിന് സ്തുതിഗീതങ്ങൾ പാടുവാൻ അവൾ സന്നദ്ധയാകുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു പെട്ടെന്ന് ഒരു തോന്നു കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ട് സ്തുതിച്ച് കയറാൻ, ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് സ്നേഹപ്രകരണങ്ങൾ ഒരുവിടാനുള്ള വലിയൊരു പ്രേരണയിലേക്ക്, ആവേശത്തിലേക്ക് വന്നിട്ട് അങ്ങോട്ട് സ്തുതിക്കുന്നു, സ്നേഹിക്കുന്നു, സ്നേഹപ്രകരണം അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് ഓണാവുകയാണ്, അവർ സന്നദ്ധയാകുന്നു. ഈ അനുഗ്രഹത്തിന്റെ ഉറവിടം ഏതെന്ന് മുൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് പുറമേ നിന്നുമല്ല, വളരെ ആഴത്തിൽ ദൈവത്തിൽ തന്നെയാണ് വരുന്നത്. വേദനകരമായി ഇവിടെ ഒന്നുമില്ല. ദൈവത്തെ അനുഭവിക്കാനുള്ള ആത്മാവിന്റെ അഭിലാഷത്തിലും അസുഖം ജനിപ്പിക്കുന്നതായി ഒന്നുമില്ല. ഇതാണ് അവരുടെ സാധാരണമായ അനുഭവം. ആശങ്കാജനകമായി ഇവിടെ ഒന്നുമില്ലെന്നത്ര എൻ്റെ അഭിപ്രായം. അതിന് വീണ്ടും അബദ്ധത്തിൽ പറയും, ഇവിടെ ആശങ്കപ്പെടാൻ ഒന്നുമില്ല, ഇതിനകത്തങ്ങ് നിന്നാ മതി, ആഴപ്പെട്ടാൽ മതി, തുതിച്ചോട്ട് കയറി വന്നാൽ മതി, തമ്പുരാൻ വെളിപ്പെടുന്ന വരെ തന്നെ അവിടത്തേക്ക് നമ്മൾ ചേർക്കുന്ന വരെ നമ്മൾ കാത്തു നിൽക്കണം, വെയിറ്റ് ചെയ്യണം. എത്ര നാൾ നമുക്ക് അറിഞ്ഞുകൂടാം, ദീർഘനാൾ ചിലപ്പോൾ ആയിട്ട് വരാം, എത്ര വർഷത്തേക്ക് അറിഞ്ഞുകൂടാം. അത് പക്ഷെ ഇവിടെ സുരക്ഷിതമാണിത്, വേറെ ഒന്നും ശങ്കിക്കേണ്ട. ആശങ്കാജനകമായി ഇവിടെ ഒന്നുമില്ലെന്നത്ര എൻ്റെ അഭിപ്രായം. കാരണങ്ങൾ മോള് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ആശങ്ക വേണ്ട, ഭദ്രത ഉണ്ട് എന്നുള്ളതിന്റെ കാരണമെല്ലാം മോള് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഈ അനുഗ്രഹം പ്രാപിക്കാൻ നാം പരിശ്രമിക്കുകയും അത് സിദ്ധിക്കുമ്പോൾ കൃതജ്ഞത പ്രകാശിപ്പിക്കുകയും ചെയ്യണം. ഇപ്പൊ വീണ്ടും കൃതജ്ഞതയെ കുറിച്ച് പറയുകയാണ്. ഒപ്പം ആഗ്രഹവും പരിശ്രമം, നമ്മൾ ദാഹിക്കണം, ആഗ്രഹിക്കണം. പരിശ്രമിക്കുക എന്ന് പറയുന്നത് നമ്മുടെ അസെറ്റിക്കൽ പ്രാക്ടീസിന്റെ പരിശ്രമങ്ങളല്ല, അവിടത്തേക്ക് നിരക്കാത്തതിനെല്ലാം മാറ്റിവെക്കാനുള്ള ശ്രദ്ധയാണ് ഈ പരിശ്രമം. സ്വന്തം ഇഷ്ടത്തിന്റെ പുറകെ പോകാതിരിക്കുക, എളിമയിൽ ആഴപ്പെടുക, മറ്റുള്ളവരുടെ വേണ്ടി നമ്മെ തന്നെ കൊടുക്കാൻ, നമ്മളെപ്പറ്റി മോശം കാര്യങ്ങൾ പറയുന്നു, വിമർശനങ്ങൾ വരുന്നു, നമ്മളെ അവഗണിക്കുന്നു, അപ്പോൾ ആനന്ദിക്കുക, പ്രശസ്തരുടെ പുറകെ പോകാതിരിക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ.
മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആഴപ്പെട്ടു പോകാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അവിടെ നമ്മൾ ജാഗ്രത വേണ്ടത് അവിടെയാണ്. അവിടുത്തെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കാനുള്ള ആ ഒരു ശ്രദ്ധ, ജാഗ്രത, അതാണ് പരിശ്രമം. പിന്നെ എന്താ ചെയ്യേണ്ടത്? കൃതജ്ഞത അർപ്പിക്കുക, ദൈവത്തിന് നന്ദി അർപ്പിക്കുക, നിരന്തരം കൃതജ്ഞത അർപ്പിക്കുക. 1 തെസ്സലോനിക്കർ 5:16-17 എപ്പോഴും സന്തോഷിക്കും, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യവും കൃതജ്ഞത അർപ്പിക്കുക. അത് സാധാരണ ദൈവത്തിന്റെ തലത്തിൽ പോലും ഉള്ള നിയമമാണ്, വചന നിയമമാണ്. അതാണ് ഇവിടെ എല്ലാത്തിനും ഇത് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് നീങ്ങുക. അപ്പൊ നമ്മൾ സ്തുതിപ്പിന്റെ അഭിഷേകം, നമ്മൾ മറ്റു ധ്യാനങ്ങൾ കണ്ടിട്ട്, സ്തുതിപ്പ് വലിയൊരു ആയുധമാണ്, അടയാളമാണ്. പ്രാർത്ഥനയുടെ ഒരിക്കലും മടുക്കാൻ പാടില്ലാത്ത, എത്ര ഉപയോഗിച്ചാലും അധികമായി പോവുകയല്ലാത്ത ഒരു ആയുധമാണ്, അനുഭവമാണ് സ്തുതിപ്പ്. പ്രാർത്ഥന മാർഗമാണ്. പക്ഷേ വീണ്ടും വീണ്ടും അവർ പറയുകയും ചെയ്യുകയാണ്, ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസവും സഹമുള്ള സഹോദരങ്ങൾ നാം ഓരോരുത്തരോടും കൂടെ, ഓരോരുത്തരും പരിശ്രമങ്ങൾ എല്ലാത്തിനും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.